ഒരുപക്ഷെ അവൾക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഈ രാജ്യം തന്നെ വിട്ടുപോയനെ. അതിനിടയിലാ ഇങ്ങനൊരു പ്രപ്പോസലുമായി സൈനയുടെ ഫാദർ എൻ്റെ വീട്ടുകാരെ കാണുന്നേ. ശരിക്കും എനിക്ക് യാതൊരു മനസ്സറിവുമില്ല ഈ കാര്യത്തിൽ. സോ പ്ലീസ്, ഇതിൽ നിന്ന് ഇയാൾ പിന്മാറണം. പിന്മാറിയേ പറ്റൂ. അറിയാം മാഷേ, ഈ കഥയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്തു ചെയ്യാനാ, ഐ ആം ഹെൽപ്ലെസ്. വീട്ടുകാരായിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ബാക്കിയൊക്കെ മാഷങ്ങ് മറന്നേക്ക. അതേ വഴിയുള്ളൂ. നോ, അത് നടക്കില്ല. നടക്കണം, നടക്കും. നോക്ക്, മോള് ജയിൽവാസം അനുഭവിച്ചതിന്റെ സങ്കടവും നാണക്കേടും ഒക്കെ എന്റെ പാപ്പിച്ചായനും ബെന്നിച്ചായനും ഒക്കെ ഒന്ന് മറന്നു തുടങ്ങിയത് ഈ ഒരു പ്രപ്പോസലിന് മാഷിന്റെ വീട്ടുകാര് സമ്മതം മൂളിയതുകൊണ്ടാ. എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അവസാന നിമിഷം വന്ന് പറ്റില്ല, താല്പര്യമില്ല എന്നൊക്കെ അവരോട് പറയാൻ നിന്നാ മാഷ് വന്നതുപോലെ പോവില്ല ഇവിടുന്ന്. ഇയാളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നോ, നെവർ. സത്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് ഈ സൈനയുടെ കഴുത്തിൽ അലൻ മിന്നുകെട്ടിയേ മതിയാകൂ. പിന്നെ മാഷിന് വേണ്ടി വേണമെങ്കിൽ ഞാനൊരു ഫേവർ ചെയ്യാം. കല്യാണത്തിന് ശേഷം ഒരു 4-5 മാസം കഴിഞ്ഞ് മാഷ് വേണമെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തോ. അതാകുമ്പോ എല്ലാരോടും പറഞ്ഞു നിൽക്കാൻ ഒരു റീസൺ ഉണ്ടാവുമല്ലോ. തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സെപ്പറേറ്റഡ് ആവുന്നു. അല്ലാതെ കല്യാണം മുടങ്ങിപ്പോയെന്നൊരു ചീത്തപ്പേരുണ്ടാവില്ലല്ലോ. അതല്ലേ നല്ലത്? മാഷ് വിഷമിക്കണ്ടെന്നേ, നമുക്ക് ജോയിന്റ് പെറ്റീഷൻ കൊടുക്കാം. എന്താ? എന്നാ പിന്നെ നമുക്കത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. അയ്യോ, ഇത് നേരം ഒരുപാടായി. കല്യാണത്തിന് മുൻപ് പെണ്ണും ചെറുക്കനും ഇത്രയും നേരം ഒരുമിച്ച്. താഴെ അവരൊക്കെ എന്ത് കരുതും? മാഷ് പൊയ്ക്കോ, പൊയ്ക്കോന്നേ. ഒന്ന് നിന്നേ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പാപ്പിച്ചായനോടും ഇച്ചായനോടൊന്നും പറഞ്ഞേക്കല്ലേ കാര്യം. സംഗതി കൊളോ ആവേ. എന്നതാ മാഷേ, ഞങ്ങളുടെ കൊച്ചിനെ ശരിക്കും കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക്. കേട്ടോടാ ബെന്നിച്ച, കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പെണ്ണ് കാണാൻ വന്ന ലോകത്തിലെ ആദ്യത്തെ പയ്യൻ ദേ നമ്മുടെ ഈ അലൻ സാറായിരിക്കും. അല്ലടാ? അല്ലേലും അത് ശരിയാണല്ലോ. എന്നതാണേലും മനസ്സമ്മതത്തിന് മുമ്പ് രണ്ടുപേർക്കും ഒന്ന് കാണാൻ അവസരം ഉണ്ടായല്ലോ. അപ്പോഴേ ഞങ്ങളുടെ കൊച്ചിനെ ഇഷ്ടമായല്ലോ അല്ലേ? അതെന്നാ ചോദ്യടാ ബെന്നിച്ച. ഇവന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ നമ്മുടെ മോളെ ഇവന് മനസ്സിൽ പിടിച്ചെന്ന്? അല്ലയോടാ മോനെ? അങ്കിൾ, അത് പിന്നെ എന്നതാ വാദ്യാർക്കൊരു പരിഭ്രമം? എന്താന്ന് വെച്ചാ തുറന്നു പറയുന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്ന് പരുങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറയടാവൂ. എന്നതാ നിന്റെ പ്രശ്നം? അത് കാര്യം ഞാൻ പറയാം പാപ്പിച്ചായ. എന്നാ മോളെ കാര്യം? ഓ, നിങ്ങൾ ഇത്ര സീരിയസ് ആവേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. അലൻ ഈ ബന്ധത്തിൽ ഇത്തിരി താല്പര്യക്കുറവുണ്ടായിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാനാ നേരിട്ട് വന്നതും. പക്ഷേ എന്നോട് അല്പനേരം തുറന്ന് സംസാരിച്ചപ്പോഴേക്കും അലന്റെ തെറ്റിദ്ധാരണയും പേടിയൊക്കെ അങ്ങ് മാറി. ഇപ്പോ അലൻ എന്നെ നല്ല വിശ്വാസവും ഉണ്ട്. അല്ലേ അലൻ? ഞാൻ പറഞ്ഞതൊക്കെ അലന്റെ മനസ്സിൽ എന്നും ഉണ്ടാവണം. എടാ മോനെ, നാട്ടുകാര് പന്നന്മാര് എന്നെ എന്റെ മക്കളെയും കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളെ അറിയാവുന്നവർക്കറിയാം പൂക്കാടന്മാര് നല്ല തറവാടികളാണെന്ന്.
അതിപ്പോ ചാച്ചൻ എന്തിനാ അലനോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അതറിയാവുന്നോണ്ടാണല്ലോ ഈ ബന്ധത്തിന് അലന്റെ അപ്പച്ചനും അമ്മച്ചിയും എതിർത്തൊരക്ഷരം പറയാതെ സമ്മതിച്ചത്. ഇനിയിപ്പൊ നിങ്ങളായിട്ട് ക്ലാസ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. അലനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി അലൻ പോയിക്കോട്ടെ. എന്നതാടി അവന്റെ പ്രശ്നം? ഏയ് ഒന്നുമില്ല പാപ്പച്ചി. കെട്ടാൻ പോകുന്ന പെണ്ണ് ജയിൽ പുള്ളിയാണെന്ന് അറിയുമ്പോ ഏത് ചെറുക്കനൊരു പേടി കാണില്ലായോ? അതാ നമ്മുടെ ആളിന്റെ പ്രശ്നം. ബെന്നിച്ചാനൊന്ന് വന്നേ, നമുക്കൊരു ഇത്തിരി പണിയുണ്ട്. ഒന്ന് വാ ബെന്നിച്ചായ. എന്റെ ശാന്തേച്ചി, ഒന്നും പറയണ്ട. ചെന്നങ്ങ് പെട്ടുപോയിന്ന് പറഞ്ഞാ മതിയല്ലോ. 2 ദിവസം കൊണ്ട് ഞാൻ ആകെ കോലം കെട്ടുപോയി. എന്നാ ചോദിക്കും, അവിടെ എന്താ ഇതിനും വേണ്ടി മല മറിക്കുന്ന പണിന്ന്? തൊട്ടാ പൊട്ടുന്ന 2 പെമ്പിള്ളേർക്ക് കാവലിരിക്കാന്ന് പറഞ്ഞ നിസ്സാര പണിയാ? ഓ, ആ കഥയൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ചേച്ചി ചിറ്റയെടുത്ത കല്യാണത്തിന് വരത്തില്ലേ? അപ്പൊ വിശദമായിട്ട് പറയാം. ഇമ്മണി വിസ്തരിച്ചോണ്ടേ എന്തിനാ ഫോൺ കാശ് കളയുന്നേ? ഓ, എന്തിന്? അതിന്റെ കാര്യമൊന്നുമില്ല. പണ്ട് വിനയനൊരു ആലോചനയായിട്ട് സുരേട്ടനെ അങ്ങോട്ട് വിട്ടപ്പോ അങ്ങേര് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടിപ്പ എന്തായി? ഇതാ ചേച്ചി പറയുന്നത് ദൈവം ആരുടെയും പങ്കല്ലാന്ന്. ചേച്ചി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇന്നലെ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക പിള്ളേര്. ശരി. ആശുപത്രിയിലോട്ടായിരിക്കും. പിന്നല്ലാതെ രാവിലെ ചെല്ലാമെന്ന് അബ്ദുവിന് വാക്ക് കൊടുത്തതല്ലേ? അയാൾക്ക് പണിക്ക് പോകാനുള്ളതല്ലേ? എന്ന് വെച്ചാ നിങ്ങൾക്ക് വേലയും പണിയും ഒന്നും ഇല്ലാന്ന്. കടയിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ദിവസം എത്രയെന്ന് ഓർമ്മയുണ്ടോ? അവിടെ ഇപ്പൊ വിനയനുണ്ടല്ലോ. വെറുതെ സിനിമാ മോഹം എന്ന് പറഞ്ഞ് ചാൻസ് ചോദിച്ച് നടക്കാതെ അവിടെ ചെന്ന് കടയിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ നീ അവനോടൊന്ന് പറ. എന്നാ ഒരു കാര്യം ചെയ്, എല്ലാം അവനെ അങ്ങ് ഏൽപ്പിച്ച് നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി അവിടെ അങ്ങ് കൂടിക്കോ. അപ്പൊ പിന്നെ സൗകര്യമായല്ലോ. എന്റെ അംബികെ, നീ ഇങ്ങനെ കിടന്ന് ചാടിത്തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോ അവരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും. പിന്നെ അപ്പോ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ വേണമല്ലോ. ഇപ്പൊ തന്നെ എല്ലാം കൂടെ 13,843 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ട്. ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോയി കുടഞ്ഞിട്ട് കൊടുക്കാൻ. പെങ്ങളും അളിയനും നിങ്ങളെ വല്ലതും ഏൽപ്പിച്ചിട്ടാണോ വിഷം വാങ്ങി തിന്നത്? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിന്നേ, അത് ചോദിക്കാൻ വിട്ടു. ഡിസ്ചാർജ് ചെയ്തിട്ട് പിള്ളേരെ എങ്ങോട്ട് പറഞ്ഞു വിടാനാ പോകുന്നേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഡോക്ടറോടും അദ്ദുവിനോടും ഒന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ആരോട് വേണമെങ്കിലും ആലോചിച്ചോ. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഒടുക്ക ആദങ്ങളും കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നേക്കരുത്. അതിൽ കുറച്ചുള്ള ബന്ധോ സ്നേഹവും ഒക്കെ മതി. മനസ്സിലായോ? ഓ, ഇങ്ങനൊരു സാധനം. നീ ലേറ്റായോ? ഇനി എപ്പോഴാ കുളിയും നനയൊക്കെ കഴിഞ്ഞ് പോയി കട തുറക്കുന്നത്? എല്ലാറ്റിനും ഒരു കണക്കും വൃത്തിയൊക്കെ വേണ്ടടാ. ഓ, അങ്ങനെ കൃത്യസമയത്ത് തുറന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. 1 കിലോ അരിക്ക് വരുന്നവർ പോലും തൊട്ടടുത്ത ഷോപ്പിംഗ് മോള് തുറക്കുന്നത് വരെ എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കും. എന്നാലും നമ്മുടെ കടയിലോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. പിന്നെ ഞാൻ അവിടെ പോയി വെറുതെ ഈച്ചയടിച്ചിരിക്കുന്ന എന്തിനാ? രാജിയെ, ചായ എടുത്തേ. എന്ത് മധുരവാടിയത് മനുഷ്യന്റെ കലോറി കൂട്ടാൻ. കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കിയ ബോഡിയാ. അയ്യടാ, ഒരു സൂപ്പർ സ്റ്റാർ വന്നിരിക്കുന്നു. ചാൻസിന് വേണ്ടി നടക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും വലിയ ആക്ഷൻ ഹീറോ ആയി എന്നാ വിചാരം. ഇങ്ങനെ കുറ്റം പറയാനാണെങ്കിലേ വിളിച്ചു മുമ്പ് ചായ എത്താൻ വേറെ ആളെ നോക്കണം. ഒരു സൂപ്പർ സ്റ്റാർ വന്നിരിക്കുന്നു, കണ്ടേച്ചാലും മതി. പൊടി പൊടി. എന്റെ കർത്താവേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ കുഞ്ഞെ? അവൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മാതാവേ,
ഞാൻ ഇനി എല്ലാവരോടും എന്നാ സമാധാനം പറയും? എന്റെ പ്രാഞ്ചിയച്ഛനെങ്ങാനും അറിഞ്ഞ അതോടെ തീരെ ഈ കുടുംബമായിട്ടുള്ള ബന്ധം. എന്റെ റാഹേലെ, നീ ഇങ്ങനെ കിടന്നൊന്ന് കയറ് പൊട്ടിക്കാതെ. അതിനു വേണ്ടി ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ലെന്നോ? നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നേ? അവനിങ്ങോട്ട് വരട്ടെ. എന്താ അവന്റെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് ഇന്ന് അറിയണം. അയ്യോ അമ്മച്ചി, വന്ന പാടെ ഇതൊന്നും അലനോട് വിളിച്ചു ചോദിക്കാതിരിക്കുന്ന നല്ലത്. വീട്ടുകാരെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു ധാരണ അയാളുടെ മനസ്സിലുണ്ടാവും. എന്നത്തിനാ വെറുതെ നമ്മളായിട്ട് അങ്ങനെ ഒരു ധൈര്യം അയാളുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്നത്? പിന്നെ ഞങ്ങൾ എന്ത് വേണമെന്നാ ബെന്നിച്ചൻ പറയുന്നത്? വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാത്ത വിധത്തില് ഈരു ചെവി അറിയാതെ നമുക്കിത് കൈകാര്യം ചെയ്യാന്നേ. ഈ കല്യാണം തന്നെ മതിയെന്നും പറഞ്ഞ് നിങ്ങൾ അപ്പനും അമ്മച്ചിയും പിടിച്ച പിടിയാൽ അങ്ങ് നിന്നേക്കണം. പോരാത്തന് അനീത്തിക്കുച്ചിന്റെ കാര്യം കൂടി അങ്ങ് പറയണം. ഞങ്ങളുടെ കെയർ ഓഫിൽ അനിതമോൾക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്ന് കൂടി അങ്ങ് തട്ടിയേക്കണം. ഞാൻ മനസ്സിലാക്കിയോടത്തോളം അപ്പനെ അമ്മച്ചിയെ അനീത്തിയെക്കുട്ടിയും വിട്ട് ഒരു കാര്യത്തിനാവും നിൽക്കുകയല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പെങ്കൊച്ചിന്റെ കാര്യം അങ്ങനെയല്ല. തന്തയും തള്ളയും എന്തിന് സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോ ജാതി മതമൊന്നും ആരും നോക്കുകയല്ല അമ്മച്ചി. കെട്ടിയ പുളിങ്കമ്പിൽ അങ്ങ് പിടിച്ചു കയറിയേക്കും. 2 സെന്റിമെന്റ്സും ഡയലോഗ് കൂടി ഇതിന്റെ കൂടെ കാച്ചിയാ ആടിപ്പോകുന്നവനാണ് ആലൻ എന്ന് ഈ പെങ്കൊച്ചിനെ അറിയാതിരിക്കോ? അപ്പൊ പിന്നെ ആ വഴി തന്നെ വെച്ച് പിടിക്കും. പോരാത്തതിന് ഒരു ആത്മഹത്യ ഭീഷണി കൂടി മുഴക്കിയ ചെറുക്കം വീണു പോകുന്ന ഉറപ്പാ. അതാ ഞാൻ പറഞ്ഞത്, അവർ ആ തുറപ്പിറക്കുന്നതിന് മുമ്പ് നമ്മൾ കയറി കളിക്കണമെന്ന്. അല്ല ബെന്നിച്ച, എനിക്കൊരു സംശയം. തുറന്നു പറയാലോ. തുടക്കം മുതലേ അവൻ ഈ ആലോചന തീരെ താല്പര്യമില്ലായിരുന്നു. ഞങ്ങളൊന്ന് മുറുകിയപ്പോ പെണ്ണിന്റെ മനസ്സ് മാറാൻ വേണ്ടി സൈനയോട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിലോ? അതെ, ശരിയാ. അച്ചായന്റെ ഈ സംശയം തന്നെയായിരുന്നു ആദ്യം ഞങ്ങൾക്കും. കെട്ടാൻ പോകുന്ന ചെറുക്കനെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് വേറൊരു പ്രേമമുണ്ടെന്ന് ചെറുക്കൻ തന്നെ നേരിട്ട് പെണ്ണിനോട് എന്ന് പറഞ്ഞാ ഏത് പെണ്ണൊന്നും മാറി ചിന്തിക്കൂലോ. അതിനു വേണ്ടിയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കും ഞാനും ചാച്ചനൊക്കെ ആദ്യം വിചാരിച്ച്. പക്ഷേ ചാച്ചനും ഞാനും കൂടി ഇത് രഹസ്യമായിട്ടൊന്ന് അന്വേഷിച്ചു. അപ്പോഴല്ലേ സംഗതി ഇത്രയും സീരിയസ് ആണ് ഞങ്ങൾ പറഞ്ഞത്. ആ പെങ്കൊച്ചിനെയും കൂടി അങ്ങ് ലണ്ടനിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവന്റെ പ്ലാൻ. എന്റെ മാതാവേ, ഇവനിത് എന്ത് ഭാവിച്ചുള്ള പുറപ്പാടാ? കുർബാനയും കുമ്പസാരവും മുടക്കാത്ത ഈ കുടുംബത്തില് ഒരു അന്യജാതിക്കാരി പെണ്ണിനെ കൈപിടിച്ചോണ്ട് കേറാനോ? സമ്മതിക്കില്ല. ചത്താലും ഞാനിത് സമ്മതിക്കില്ല. റാഹേലിന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. നീ നടക്ക്. പുട്ടിന് പീര ഇടുന്നത് പോലെ ഓരോന്ന് കേൾക്കുമ്പോ നെഞ്ചത്തടിക്കാനും നിലപിടിക്കാനും തുടങ്ങിയാലേ പിന്നെ അതിനെ നേരം കാണൂ. ഈ കുരുക്കിന്ന് കരകയറാൻ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് ആലോചിക്ക. ചെയ്യാൻ ഒന്നേ ഉള്ളൂ, എത്രയും പെട്ടെന്ന്. അതായത് മോതിരം മാറലും മിന്നുകെട്ട് എല്ലാം ഒരാഴ്ച കൊണ്ട് നടക്കണം. അല്ല, അതിപ്പോ ഒരാഴ്ച ഉണ്ടെന്നൊക്കെ പറയുമ്പോ എന്നതാ പറ്റാത്തെ? നാടടച്ചുള്ള ക്ഷണവും ആളും ആർപ്പാടും ഒന്നും വേണ്ട. ഞങ്ങൾക്കും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ദേ, ഫ്രാൻസിസ് അച്ഛന്റെ മേൽനോട്ടത്തിൽ നാളെയോ മറ്റന്നാളോ ഒരു മോതിരം മാറില്ല. അതിവിടെ വെച്ചായാലും മതി. വരുന്ന ഞായറാഴ്ച പള്ളിയിൽ വെച്ച് മിന്നുകെട്ട്. അങ്ങനെ വെടിയും പുകയും പോലെ കാര്യങ്ങൾ നടക്കണം. മിന്നുകെട്ട് കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്നാ പേടിക്കാനാ ചായ? എന്നതാ, സമ്മതാണോ? അതിപ്പോ അവനോടുകൂടെ ചോദിക്കണ്ടേ? അവനോട് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ബെന്നിച്ചൻ പറഞ്ഞ പോലെ നടക്കും കാര്യങ്ങള്. വരുന്ന ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ബെന്നിച്ചന്റെ പെങ്ങടെ കഴുത്തിൽ അവൻ മിന്നി കെട്ടിയിരിക്കും. അവനെ പറ്റി അമ്മച്ചിയാ പറയുന്നത്. അത് നടന്നിരിക്കും. അച്ഛയ, അമ്മച്ചിയുടെ കൂടെ നിന്നേക്കണേ. കാര്യങ്ങളൊക്കെ നമുക്ക് വെടിപ്പാക്കി എടുക്കാന്നേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി അച്ഛയ. എന്നതാ പാപ്പിച്ചായ? സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ. എന്നതാ വിഷയം? അല്ലടി മോളെ, ഞാനിങ്ങനെ ഓരോന്നങ്ങ് ഓർക്കുമായിരുന്നു. എന്റെയും ബെന്നിയുടെ മനസ്സിൽ നിന്റെ മനസ്സമ്മതവും മിന്നുകെട്ടുമൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇടവകക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി അത് ഈ നാട് കണ്ടിട്ടില്ലാത്തൊരു ആഘോഷമാക്കാനിരുന്നവരാ ഞങ്ങള്. ഇതിപ്പോ ഒരു ധർമ്മ കല്യാണം പോലെ ആയിപ്പോയില്ലേന്ന് ഓർക്കുമ്പോ മനസ്സിനൊരു വല്ലായിക. പാപ്പിച്ചായനോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ? എന്റെ പാപ്പിച്ചായന് ഇത് എന്നെ പറ്റി? ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പതിവില്ലാത്തതാണല്ലോ. എന്നതാ കാര്യം? കാര്യം
പയ്യനിത്തിരി പഠിപ്പും വിവരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് പറ്റിയ തരക്കാരില്ലെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പോരാത്തതിന് അവൻ ആ മേനോന്റെ മോളുമായിട്ടൊരു ബന്ധവും കിടപ്പുണ്ട്. എല്ലാം അറിഞ്ഞു വെച്ച് നിന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ സത്യം പറഞ്ഞ എന്റെ മനസ്സിപ്പോഴും മൊത്തത്തിൽ അങ്ങോട്ട് ഉറച്ചിട്ടില്ല. അതാ നിന്നോടും കൂടി ചോദിച്ചിട്ട് മനസ്സമ്മതത്തിന്റെ കാര്യം ഉറപ്പു പറയാൻ ഞാൻ അവരോട് പറഞ്ഞത്. മോൾക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ പാപ്പിച്ചനോട് തുറന്നു പറഞ്ഞേക്കണേ. അല്ലേ എന്നതാ ഞാനീ കാണുന്നേ? എന്റെ പാപ്പിച്ചായന്റെ കണ്ണു നനയേ. ദേ വെറുതെ എന്നെ കൂടി കറിയക്കല്ലേ പാപ്പിച്ചായ. ഈ കല്യാണം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തിയാൽ കൂടി എനിക്ക് ഒരു വിഷമവും വരില്ല. കാരണം ഞാൻ മോഹിച്ച പയ്യനെ എനിക്ക് എന്റെ പാപ്പിച്ചായൻ നേടിത്തന്നില്ലായോ, എനിക്കത് മതി. പിന്നെ അവന്റെ പ്രേമബന്ധം അതും ഒരു കണക്കിന് നേട്ടമായിട്ട് വന്നില്ലായോ. എന്നെ ജയിലിൽ കയറ്റിയവളുടെ ചേച്ചി മോഹിച്ചവനെ ഞാൻ സ്വന്തമാക്കുമ്പോ അതിലും ഇല്ലേ പാപ്പിച്ചായ ഒരു ത്രില്ല്. അവനവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ അയാളെ അങ്ങ് വിട്ടുകളഞ്ഞ പിന്നെ അവൻ പോയി അവൾക്കും അവളുടെ അനിയത്തിക്കും രക്ഷകനാവാൻ നിൽക്കും. എന്തിനാ നമ്മളായിട്ട് അതിനൊരു അവസരം കൊടുക്കുന്നേ? അതുകൊണ്ട് അവന്റെ ചരട് നമ്മുടെ കയ്യിലിരിക്കണം. എന്നിട്ട് അവനോട് ചാടിക്കളിക്കാൻ പറയണം. അതാ അവനുള്ള ശിക്ഷ. അതൊക്കെ അങ്ങനെ നടക്കൂ. എന്നാലും എനിക്കൊരു പേടി മോളെ. ഇത്രയും ധൈര്യത്തോടെ അവൻ നിന്റെ മുന്നിൽ വന്ന് ഇങ്ങനൊരു പ്രേമബന്ധം ഉണ്ടെന്ന് പറയണേല് അതിൽ എന്നതേലും ഏനക്കേടില്ലാണ്ടിരിക്കോ? എന്നതാ പാപ്പിച്ചായൻ അങ്ങനെ തോന്നാൻ? അല്ല, അവളുമായി നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അടുപ്പവാനുണ്ടെങ്കിൽ അത് കുഴപ്പമാവും മോളെ. അത് മാത്രമല്ല, അവൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. മേനോന്റെ മക്കളോടുള്ള വാശിക്ക് മിന്നുകെട്ട് നടത്തിയിട്ട് അവസാനം പിരിയിളകിയ ആ പെണ്ണിനെയും കൊണ്ട് ആ നരന്ത് നമ്മുടെ പടിക്കൽ ഗർഭസത്യാഗ്രഹം ഇരിക്കാൻ വന്ന അതിന്റെ നാണക്കേട് നമുക്കാണേ. പിന്നെ അത് മതി നാട്ടുകാർക്ക് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ. ഇനി അങ്ങനെ വല്ല കൊനിഷ്ടമുണ്ടോ എന്ന് ആർക്കറിയാം? എന്നതാ ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ഏയ്, അക്കാര്യം ഓർത്ത് വെറുതെ പാപ്പിച്ചായൻ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ ഈ ചെറുക്കൻ അത്രയ്ക്ക് ആംബിയറുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യാനും എനിക്കറിയാം. അതുകൊണ്ട് പാപ്പിച്ചായൻ അവരെ വിളിച്ച് ധൈര്യമായിട്ട് ഉറപ്പ് കൊടുത്തു നാളെ മനസ്സമ്മതം നടത്താൻ നമുക്ക് സമ്മതമാണെന്ന്. നമ്മുടെ കാമുകനും ഒന്ന് തയ്യാറായി ഇരുന്നോട്ടെ പാപ്പിച്ചായ. നീ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. മതിയമ്മേ, കഴിഞ്ഞു. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കടി, കണ്ണിപ്പെടാതെ വല്ല ഒളിച്ചു നിപ്പുണ്ടോന്ന്. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞോന്നും ചോദിച്ച് ആശുപത്രി വെച്ചൊരു കിളവി തള്ള കിന്നടിക്കാൻ വന്നിരിക്കുന്നു. അതെങ്ങനെയാ? കൂടെ ഉള്ള ആള് നരച്ച തലയും വെള്ളെടുത്ത് കണ്ണാടിയും വെച്ചോണ്ട് നടന്ന ആളുകൾ ചോദിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ. ഇവൻ പിന്നെയും കടന്ന് ചാടിപ്പോന്നോ? എന്താടാ, എന്തു പറ്റി? അമ്മേ, പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ പൂജപ്പുര വിളിച്ചമ്മേ. ഇവിടെ ഷൂട്ട് നടക്കുന്ന പടത്തില് എനിക്കൊരു വേഷമുണ്ട്, ഉടനെ ചെല്ലാൻ പറഞ്ഞു. ആണോടാ മക്കളെ? നല്ല വേഷം വല്ലതും ആണോ? എന്തുവാ പടത്തിന്റെ പേര്? പടത്തിന്റെ പേര് ആക്രീന്ന. നല്ല വേഷമെന്നാ രാജേട്ടൻ പറഞ്ഞത്. കൊള്ളാം, നല്ല ബെസ്റ്റ് പേര്. ചേട്ടനാണോ ടൈറ്റിൽ റോള്? പോടി, കളിയാക്കാതെ. പറഞ്ഞ പോലെ ഇതെന്ത് പേരാ മക്കളെ? ആക്രിന്നും കുപ്പിയും പാട്ടെന്നൊക്കെ ആരെങ്കിലും പടത്തിന് പേരിടുവോ? അയ്യേ, അതാ അമ്മ ഇപ്പോഴത്തെ സ്റ്റൈല്. ന്യൂ ജനറേഷനാ. ഞാനൊന്ന് റെഡി ആവട്ടെ. അച്ഛൻ ആ കാർ കൊണ്ടുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടി രാജി, നീ എന്റെ ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് ഓ പിന്നെ, അതിൽ കുറിച്ചുള്ള അഭിനയമൊക്കെ മതി. ഒന്ന് ചെയ്തു കൊടുക്കടി. എന്റെ കുഞ്ഞൊന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നാലാളുടെ മുമ്പ് എനിക്ക് തല ഉയർത്തി നടക്കാൻ.
ചേച്ചി. ഞാൻ ഐസക് ഡോക്ടറെ കൊണ്ട് അന്വേഷിപ്പിച്ചു. കേസ് നടക്കുന്നതുകൊണ്ട് ഇവർക്കിപ്പോ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ മക്കളെ. ആ രാജി, മോൾ ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കുക. നിങ്ങളൊന്ന് വന്നേ, ഇങ്ങോട്ട് വരാൻ. നിങ്ങളിങ്ങോട്ട് പോന്നോ? വന്നതേതായാലും നന്നായി. നമുക്കിവിടെ അങ്ങ് കൂടാന്നേ. എനിക്ക് പോയിട്ടൊരു അത്യാവശ്യമുണ്ട്. നമുക്ക് വന്നിട്ട് കാണാം. പോട്ടെ ഗായത്രി. വാ ചേച്ചി.